സർ നമസ്കാരം. നമസ്കാരം. രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷയുടെ കേന്ദ്രമാക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ചരിത്രകാരനും ഒരു പബ്ലിക് ഇൻ്റലക്ച്വലൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന രാമചന്ദ്ര ഗുഹ ഇപ്പം വലിയ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിപ്പോൾ ദേശീയ രീതിയിൽ തന്നെ വലിയ ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹം പറയുന്നത് രാഹുലിന് പല രീതിയിലുള്ള പോരായ്മകളുണ്ട്. ഇപ്പം 2004 MP ആയതിനു മുമ്പ് രാഹുൽ എന്ത് തൊഴിൽ ചെയ്തു എന്ന് പൊതുജനങ്ങൾക്ക് വ്യക്തമല്ല. UPA സർക്കാർ 10 വർഷം അധികാരത്തിൽ നിന്നപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം സ്വീകരിച്ചില്ല. അപ്പോൾ നിലവിലെ അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെ വെല്ലുന്ന ഒരു തന്ത്രം പയറ്റാനായിട്ട് രാഹുലിന് സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത്? രാമചന്ദ്ര ഗുഹ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ, ഇന്ത്യ ബിഫോർ ഗാന്ധി, ഇന്ത്യ ഡ്യൂറിങ് ഗാന്ധി, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, 3 പുസ്തകങ്ങളും വളരെ ഇതാണ്. പക്ഷെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ ഒരു ഉറച്ച ചില മുൻധാരണകളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നെഹ്റുവിനെ അദ്ദേഹം വിലയിരുത്തുന്നു. നെഹ്റുവിനെ വിലയിരുത്തുന്നതിൽ അദ്ദേഹത്തിനോട് മുഴുവൻ എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിൽ എനിക്ക് പറ്റിയ ഒരു പ്രധാന പ്രശ്നം, ഞാൻ അത് ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം എന്ന ചോദ്യത്തിന് നെഹ്റു ആവണം എന്ന് ഗാന്ധി പറയുന്നു. നെഹ്റു ആവണമെന്ന് ഗാന്ധി പറയുന്നതിന് വളരെ കൃത്യമായൊരു ധാരണയുണ്ട്. എല്ലാവരും വിചാരിച്ചത് പട്ടേലാവണമെന്ന് പറയുന്ന, കാരണം പട്ടേലാണ് ഗാന്ധിയുമായിട്ട് ഏറ്റവും അടുത്ത്, സർദാർ വല്ലഭായ് പട്ടേലാണ് ഏറ്റവും അടുത്ത ഒരാളായിരുന്നത്. അതുകൊണ്ട് ഗാന്ധി പട്ടേലിൻ്റെ പേര് പറയും. കുറച്ചുകൂടി ഗാന്ധിയുടെ എക്കണോമിക് വീക്ഷണങ്ങളോടും പട്ടേലിനാണ് കുറച്ചുകൂടി ഗ്രാമസ്വരാജ് പോലുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനൊക്കെ 100% എതിർത്ത് ടെക്നോളജിയുടെ ആളായ നെഹ്റു വേണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് എന്ന ചോദ്യം. രണ്ടാമത്, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഗാന്ധിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ എന്നാണ്. എന്തുകൊണ്ട് ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ സമിതിയുടെ ചെയർമാനാവുന്നതിന് ഗാന്ധി അംഗീകരിച്ചു? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം രാമചന്ദ്ര ഗുഹയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ ഒരു വിമർശനം അതാണ്. കാരണം ഈ 2 ചോദ്യവും വളരെ കൃത്യമാണ്. ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഗാന്ധിയല്ല, സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയെ കാണുന്ന ഗാന്ധി. ഇത് രണ്ടാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറഞ്ഞതുപോലെ അംബേദ്കറിനെ ആയിട്ട് തർക്കമുണ്ടാവുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ നമ്മൾ ജാതി തിരിച്ച് തർക്കം പാടില്ല. ഹിന്ദു മുസ്ലിമും ദലിതനും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം എങ്ങനെയാവണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അംബേദ്കറാണ്. അപ്പോൾ അംബേദ്കറിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ജാതി സംബന്ധിച്ചും ഇന്ത്യയിൽ നിലനിൽക്കുന്ന മറ്റ് സാമൂഹ്യ ഘടന സംബന്ധിച്ചും കൃത്യമായി തീരുമാനമെടുക്കാം. അത് ഞാൻ പറഞ്ഞ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഗ്രാമസ്വരാജ്യം ഇതൊക്കെ പറയുമ്പോഴും ലോകത്തെ രാജ്യങ്ങളുടെ പുരോഗതിയെക്കുറിച്ചൊക്കെ ഗാന്ധിക്ക് പറയാം. ഇന്ത്യ അത്തരത്തിലുള്ളൊരു ടെക്നോളജിക്കലി സെക്കുലർ 2 സംഗതിയുണ്ട്. ഒന്ന് സെക്കുലറാണ്. ഗാന്ധിയുടെ സെക്കുലറിസം അല്ല നെഹ്റുവിൻ്റെ സെക്കുലറിസം. അത് ഗാന്ധിക്ക് അറിയാലോ, ഗാന്ധിക്ക് അറിയാത്ത കാര്യമല്ല. പക്ഷെ സെക്കുലറായൊരു ഇന്ത്യ വേണം. കാരണം അത്രയും സംഘർഷഭരിതമാണ്, മതം വളരെ പ്രധാനമായിട്ട്. രണ്ടാമത്, ടെക്നോളജി സംബന്ധിച്ച് ഈ 2 കാര്യങ്ങളിലും വ്യത്യാസമുള്ള അഭിപ്രായങ്ങൾ നെഹ്റു എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞത് ഇത് ഗാന്ധിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കൊന്നുമല്ല. ഗാന്ധി അങ്ങനെയാണ്. ഇന്നലെ ചെയ്ത നിലപാട് തെറ്റാണെങ്കിൽ ഇന്നത്തെ നിലപാട് മാറ്റി പറഞ്ഞ് പുതിയ നിലപാട് പറയും. തെറ്റാണെന്നും പറയും. ഒരു മടിയുള്ള ആളൊന്നും അല്ല. അതുകൊണ്ട് ഇന്നലേക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ന്യായീകരണ ക്യാപ്സ്യൂളൊന്നും ഗാന്ധി ഇറക്കില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ നെഹ്റു ഗാന്ധി ഫാമിലിയോടുള്ള ഒരു ബയാസ്, 2 തരത്തിൽ ബയാസ് ഗായിക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് വിമർശനമല്ല അദ്ദേഹത്തിന് ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്കൊരു വിരോധമില്ല. ഇനി നമുക്ക് മൂർത്തമായ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരാം. നമ്മൾ 2026 ചർച്ച ചെയ്യുന്നത്. ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. 2004 മുമ്പ് എന്താ ചെയ്തിരുന്നത്? യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ വരാൻ ഒരു താല്പര്യമില്ലാത്ത ആളായിരുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളത് സത്യമാണ്. രാമേന്ദ്ര പറയുന്നത് ഇപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ ഇച്ഛ കൊണ്ട് അല്ല. അത് നമുക്ക് നിൽക്കാം. എന്നാലും ഇത്ര സ്ട്രെയിൻ എടുക്കില്ലല്ലോ ഒരാൾ. ഇത്ര സ്ട്രെയിൻ എടുക്കുന്നത് വെറുതെ നിൽക്കല്ലോ. സ്ട്രെയിൻ എടുക്കും. ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആരാധകനൊന്നുമല്ല ഞാൻ. പക്ഷെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം മാത്രമേ അത്രയും സ്ട്രെയിൻ എടുക്കുന്നുള്ളൂ. രാഹുൽ ഗാന്ധി കോൺഗ്രസിന് യോജിച്ച ആളല്ല. അതാണ് ഇപ്പോൾ പ്രശ്നം. രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഒരു കോൺഗ്രസ് ഇവിടെ ഇല്ല. രാഹുൽ ഗാന്ധി മാറിക്കൊണ്ട് കോൺഗ്രസ് നന്നാവില്ല. ഞാൻ പറഞ്ഞത് തിരിച്ചാണ്. രാഹുൽ ഗാന്ധിക്ക് അനുസരിച്ച് കോൺഗ്രസ് മാറിയാൽ മാത്രമേ ഇന്ത്യയിൽ പ്രതീക്ഷയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഔട്ട്സൈഡറാണ് ഇപ്പോഴും. എൻ്റെ ഒരു വീക്ഷണം അതാണ്. ഇപ്പം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സജീവമായ പ്രശ്നങ്ങൾ ഒന്നും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള വിഷയങ്ങളല്ല. ഇപ്പോൾ ജാതി സെൻസസ് ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നു.
എത്ര സ്റ്റേറ്റുകളിൽ കോൺഗ്രസ്സുകാർ ജാതി സെൻസസിന് വേണ്ടി വാദിക്കും? കേരളത്തിൽ ഉണ്ടോ? കേരളത്തിൽ നമ്മൾ സംസാരിക്കുകയല്ലേ. കേരളത്തിൽ സതീശനോ ചെന്നിത്തലയോ സണ്ണി ജോസഫോ ഇവിടെ ആരെങ്കിലും ഇതിനുവേണ്ടി അനുകൂലിക്കില്ല. എന്താ കാരണം? കേരളത്തിലെ അവർ വേറെ രീതിയിൽ അതിനെ കാണുന്നത്. വല്ല വി.ടി. ബലറാമോ അങ്ങനെ 1-2 പേരല്ലാതെ വേറെ ആരും ഇതുവരെ രാഹുൽ ഗാന്ധി അനുകൂലിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ VM സുധീറിൻ്റെ കാര്യം എനിക്കറിയില്ല, ബാക്കി ആളുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പ്രശ്നം എന്താ? രാഹുൽ ഗാന്ധി കോൺഗ്രസിന് സ്യൂട്ടബിൾ ആയ ഒരാളാണോ എന്നാണ് എൻ്റെ ചോദ്യം. 2, അദ്ദേഹത്തിൻ്റെ പഴയകാലമൊക്കെ അവിടെ നിൽക്കട്ടെ. 2004 മുതൽ 14 വരെ അദ്ദേഹം ഭരണത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നുണ്ടോ? അല്ല, UPA കാലത്തെ 10 വർഷം മന്ത്രിയായിട്ട് പോലും അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് ഭയം ഉണ്ടാവും. അദ്ദേഹം രാഷ്ട്രീയം സ്വയം തിരഞ്ഞെടുത്ത ഒരാളല്ല, സത്യമാണ്. രാഷ്ട്രീയം വേണ്ടാന്ന് തീരുമാനിച്ച ഒരാളാണ്. നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട തീരുമാനിച്ച ആളാണ്. അദ്ദേഹത്തിന് എപ്പോണി വരായിരുന്നല്ലോ കോൺഗ്രസ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറയുന്നത് നെഹ്റു ഗാന്ധി കുടുംബത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു കോൺഗ്രസ്, അതൊരു പ്രശ്നം തന്നെയാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നു നെഹ്റു ഗാന്ധി കുടുംബത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു കോൺഗ്രസ് എന്നുള്ളത്. ഇപ്പം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും സോണിയാഗാന്ധിയുടെ ബലത്തിലാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവും. അല്ലാണ്ട് മൻമോഹൻ സിംഗിൻ്റെ സ്വന്തം ബലത്തിലല്ല. അദ്ദേഹം നല്ലൊരു ഭരണകർത്താവാണ്, എക്കണോമിസ്റ്റാണ്, സത്യസന്ധനാണ്, സുതാര്യനാണ്, നന്നായി സംസാരിക്കാൻ അറിയാം, നല്ല പ്രസൻറ്ററാണ്. പക്ഷെ അദ്ദേഹം ഒരു ഇലക്ഷൻ പോലും ജയിച്ചിട്ടില്ല. ഒരു മണ്ഡലത്തിൽ പോകുന്ന ഇലക്ഷൻ ജയിച്ചില്ല. രാജ്യസഭാ മെമ്പറായിട്ടാണ് മുഴുവൻ കാലം നിന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു കാര്യമാണ്. ഇനി 2014 ശേഷം ഉള്ള ഇന്ത്യ 2014 മുമ്പുള്ള ഇന്ത്യ അല്ല. അത് രാമേന്ദ്ര ഗുഹയും തന്നെ സമ്മതിക്കുന്നുണ്ട്. ഉണ്ട്. അദ്ദേഹം ഹംഗറിയിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഹംഗറിയിൽ ഉദാഹരണം ഇന്ത്യയിൽ ബാധകമല്ലാത്തത്, ഹംഗറിയിൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് വലിയ തോതിൽ പോറൽ വീണിരുന്നില്ല, വരുന്നവർ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഡെമോക്രാറ്റിക് സിസ്റ്റം തന്നെ തകരാറിലാവുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനും എല്ലാം സുപ്രീം കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷനായാലും RBI ആയാലും CBI ആയാലും ED ആയാലും എല്ലാത്തിനെയും, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പാർലമെൻറ്റും ഇഷ്ടംപോലെ ആളുകളെ കാശ് കൊടുത്ത് മേടിക്കുക, വിൽക്കുക, കച്ചവടം ചെയ്യുക, പണം കൊടുത്ത് MP-മാരെ വാങ്ങുക, MLA-മാരെ വാങ്ങുക, വോട്ട് ജോലി, സീറ്റ് ജോലിയൊക്കെ നടക്കുന്നു. ജനാധിപത്യത്തിന് തരിമ്പും ബഹുമാനമില്ലാത്ത ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. 2, ഇവിടെ അതിനേക്കാൾ പ്രശ്നമുണ്ട്. ഇവിടെ പ്രധാനമായും റിലീജിയൻ ഒരു വിഷയമായി കൊണ്ടുവരിക. ഹംഗറിയിൽ നിന്നും അത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ റിലീജിയൻ വിഷയമാകുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി അല്ല ഇന്ത്യ എപ്പോഴും. ഞാൻ എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിന് യോജിച്ചിട്ട് ഇതില്ല. വിശ്വാസികളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. എൻ്റെ പൊളിറ്റിക്കൽ ചോയ്സ്, രാഷ്ട്രീയമായി എൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു മതവിശ്വാസത്തെ ആസ്പദമാക്കി ആവരുത്. അല്ലെ സാർ, ഇവിടെ രാമേന്ദ്ര ചോദിക്കുന്ന ഒരു സാധനം, ഹിന്ദുത്വയെ നേരിടാനായിട്ട് എന്താണ് ബദലായിട്ടുള്ളത്? അതിന് മുമ്പ് നമ്മൾ നിലവിലുള്ളത് രാഹുൽ ഗാന്ധി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് അത്രയും പാഷനേറ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ബദലായിട്ട് നിൽക്കാൻ തീർച്ചയായിട്ടും. അല്ല, രാഹുൽ ഗാന്ധി മോഡിക്ക് ബദലായി ഈക്വലായി വന്നു എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ചോദ്യങ്ങൾ പലതാണ്. മോഡിക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ, ഞാൻ മോഡി എന്ന് മാത്രമല്ല കാണുന്നത്, RSS നയിക്കുന്ന, RSSന്റെ പിൻബലമുള്ള ഒരു ഭരണകൂടം. അവർക്ക് ജനാധിപത്യത്തിൽ, RSSന്റെ ജനാധിപത്യത്തിൽ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അവർ ജനാധിപത്യം എന്നൊരു ഘടനയിലെ വിശ്വസിക്കാത്തൊരു സംഘടനയാണ്. അവർക്കൊരു ഫാസിസ്റ്റ്, അത് മുസോളിനിയൊക്കെയാണ് അവരുടെ ഇപ്പോഴും അവരുടെ ദൈവങ്ങൾ. ആ അർത്ഥത്തിലുള്ളൊരു സംഘടനയെ നയിക്കുന്ന ഒരു സർക്കാരിനെ, അല്ലെങ്കിൽ അതിനെ, സംവിധാനത്തെ നേരിടാൻ എന്തു വേണമെന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഇത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവും രാഹുൽ ഗാന്ധിയോളം നേരിട്ടൊരു കാലമില്ല. 2014 ശേഷം, ഞാനതാണ് പറഞ്ഞത്, 14 ശേഷം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നേരിടേണ്ടത് എങ്ങനെയെന്നതിന് ഒരു സിംഗിൾ ഉത്തരം രാഹുൽ ഗാന്ധിക്ക് ഇല്ല. അങ്ങനെ ഒരു ഉത്തരം രാമേന്ദ്ര ഗുഹയ്ക്കുണ്ടോ? ആർക്കും ഇല്ലല്ലോ. മാത്രമല്ല വല്ലാത്ത പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു ഫെഡറൽ ഘടനയുണ്ട്. ഭരണഘടന ഫെഡറൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഫെഡറലായി മാറുന്ന ഒരു സംഗതിയുണ്ട്. ആ ഫെഡറലായി മാറുന്ന സംഗതിയിൽ എന്താ സംഭവിക്കുന്നത്? ഇത് എല്ലാ സ്റ്റേറ്റും ഒരേപോലെയല്ല. ഇപ്പോൾ ഹിന്ദുത്വം എന്ന രാഷ്ട്രീയം തന്നെ എടുക്കുക. ഹിന്ദുത്വ രാഷ്ട്രീയം ഏൽക്കാത്ത എത്രയോ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ BJP ജയിച്ചതിനോട് അദ്ദേഹം പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ജയിച്ചത് അവിടുത്തെ ഭരണകൂടങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്. ശരിയായിരിക്കാം, പിണറായി വിജയൻ്റെ പ്രശ്നം കൊണ്ടാണ് UDF ഇവിടെ ജയിച്ചത്, അല്ല രാഹുൽ ഗാന്ധിയുടെ ഗുണമല്ല എന്ന് വേണ്ടി വാദിക്കാം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും ഹിന്ദുത്വ എന്നൊരു സാധനം കൊണ്ട് മാത്രമല്ല BJP ജയിക്കണേന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹിന്ദുത്വത്തെ നേരിടല്ല വേണ്ടത്. ഹിന്ദുത്വം നേരിടാൻ പോയാൽ നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പറ്റിയതാണ്.
ഹിന്ദുത്വം നേരിടാൻ ഹിന്ദുത്വം കൂടുതൽ ശക്തിപ്പെടും. മൃദു ഹിന്ദുത്വം കൊണ്ടുവന്നു. ആ മൃദു ഹിന്ദുത്വം കൊണ്ടുവന്നാൽ ഇപ്പൊ കേരളത്തിൽ CPM സംഭവിക്കാൻ പോണെന്നാണ്. മൃദു ഹിന്ദുത്വം വന്നിട്ടാണ് അവർ ഈ തകർച്ച ഉണ്ടായത്. അപ്പൊ മൃദു ഹിന്ദുത്വം കൊണ്ടല്ല. അപ്പൊ അതിനെന്താണ് ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാം? ആ പ്രോഗ്രാം രൂപപ്പെടുത്തുന്നതിൽ രാഹുൽ ഗാന്ധി പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഭാരത് ജോഡോ യാത്ര വലിയ ഒരു റീച്ചാണ് കോൺഗ്രസിന് നേടിക്കൊടുത്തത്. പക്ഷെ പിന്നീട് ഉള്ള കാലങ്ങളിൽ അവിടെയാണ് പ്രശ്നം. അവിടെ ആ ഒരു ഇത് ഉണ്ടായില്ല. എക്സാക്ട്ലി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് വീണ്ടും ഒരു കുടുംബാധിപത്യത്തിലേക്ക് മാറി. അല്ല, കുടുംബാധിപത്യത്തിലല്ല, രാഹുൽ ഗാന്ധി എടുത്ത പണി കൊണ്ടുവരാൻ കോൺഗ്രസ് ഉണ്ടായില്ല. പ്രശ്നം അതാണ്. കോൺഗ്രസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് രാഹുൽ ഗാന്ധിക്ക് ഇനി അടുത്ത മുമ്പിലുള്ള ചോയ്സ്. ഞാൻ രാഹുൽ ഗാന്ധിയായിട്ട് ഭാരത് ജോഡോ യാത്ര ചെയ്ത ഒരാളാണ്. 1.5 മണിക്കൂറോളം ഞാൻ കൈ പിടിച്ച്, എൻ്റെ കൈ വിട്ടില്ല. 1.5 മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അത് 2019 മുമ്പാണ്. ഞാൻ ചോദിച്ചു, ഈ അങ്ങ് പറയുന്ന കാര്യം ഈ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഇപ്പോഴും റെക്കോർഡാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ചിരിയാ ചിരിച്ച്, ഐ എം ട്രൈങ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എനിക്ക് കൺവിൻസ്ഡ് ആയപ്പോൾ എത്ര പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൺവിൻസ്ഡ് ആയിട്ടില്ല രാഹുൽ ഗാന്ധി എന്താ പറയണേ. അതെ, കൺവിൻസ് ആയിട്ടില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. കാരണം ഇന്ത്യ അതിസങ്കീർണമായ രാഷ്ട്രീയ വ്യവസ്ഥയാണ്. ആ സങ്കീർണമായ രാഷ്ട്രീയ വ്യവസ്ഥയെ ഇപ്പം ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നേരിട്ടത് എന്നൊരു ചോദ്യമുണ്ട്. അന്ന് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇന്ത്യ മുഴുവൻ ഗാന്ധി യാത്ര ചെയ്തു. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ കണ്ടതിന് ശേഷം അദ്ദേഹം കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്നു. അത് മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തേക്കാളും വളരെ സങ്കീർണവും മാധ്യമങ്ങളാകെ കലർന്നതും വേറെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? പ്രശ്നം അതല്ല. പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ അല്ലാന്ന് ഞാൻ പറയുന്നത്. അതാ രാഘവേന്ദ്ര വിജയ് ചെയ്തത് കോൺഗ്രസിൻ്റെയാണ്. കോൺഗ്രസിന് നിൽക്കണമെങ്കിൽ ഹൈക്കമാൻഡും നെഹ്റു ഗാന്ധി കുടുംബം വേണം എന്ന തോന്നൽ കോൺഗ്രസ്സുകാർക്കുണ്ട്. അപ്പൊ കോൺഗ്രസിനെ മാറ്റലാണ് രാഹുൽ ഗാന്ധിയുടെ പണിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. തിരിച്ചല്ല, രാഹുൽ ഗാന്ധി മാറ്റല്ല. രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് കോൺഗ്രസിന് ഒന്നും ചെയ്യാനില്ല. ഇവിടെ എന്താണ് ഗുഹ പറയുന്ന ഒരു കാര്യമുണ്ട്. BJP നേതാക്കൾ സ്ഥിരമായി കാഴ്ചവെക്കുന്ന കേന്ദ്രീകൃതമായ അധ്വാനം അത് രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല. കാരണം അദ്ദേഹം ഇപ്പം വോട്ട് ചോരി നമുക്കറിയാം, അതിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പറയുവാൻ പറ്റുന്നില്ല. പിന്നീട് അദ്ദേഹം പുറം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, അദ്ദേഹത്തെ കാണുന്നില്ല. അല്ല, എക്സാക്ട്ലി, അദ്ദേഹത്തെ കാണാതിരിക്കുന്നത് മാത്രമല്ല, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. ഞാൻ അതാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസ് ഒരു സംഘടനാ സംവിധാനമില്ല. ഞാൻ രാമേന്ദ്ര ഗുഹയും തിരിച്ചിടുകയാണ്. രാഹുൽ ഗാന്ധി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ സൃഷ്ടിക്കുകയും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ സമൂർത്തമായി കണ്ടിന്യൂസ് ആയി സസ്റ്റൈൻഡായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് ഇല്ല. അതിന് ഒരർത്ഥത്തിൽ രാമേന്ദ്ര ഗുഹ ശരിയാണ്. കോൺഗ്രസ്സുകാർക്ക് ആകെ വിശ്വാസം നെഹ്റു ഗാന്ധി കുടുംബത്തിലാണ്. അതാണ് അവരെ ചേർത്ത് നിർത്തുന്ന പശ. വേറൊരു പശയില്ല. അതുപോലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അടിത്തറ അവരുടെ ഇപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇവിടെ സതീശൻ പറഞ്ഞൊരു കാര്യം, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റണ്ടേ? ഇപ്പം നമ്മൾ VD സതീശൻ മുഖ്യമന്ത്രി ആകും എന്ന് പറയുമ്പോഴും പലരും ഉയർത്തിയൊരു വിമർശനമാണ്, അദ്ദേഹം ഒരു മന്ത്രി പോലും ആയിട്ടില്ലല്ലോ, എന്തിനാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. അദ്ദേഹം കൊടുത്തൊരു ന്യായീകരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് മോദി മന്ത്രിയായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ സംസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറണ്ടേ? ഒരു പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് നമ്മൾക്ക് അദ്ദേഹത്തെ സ്വപ്നം കാണണമെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനം ഞാൻ അതിനെ അങ്ങനെയും കാണുന്നില്ല. മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് ആവുക എന്നുള്ളതല്ല ഇപ്പം പ്രശ്നം. ഈ ശകലീകൃതമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഇപ്പം BJP പോലും എല്ലാ സംസ്ഥാനത്തും അവർ നിൽക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും പ്രാദേശിക കക്ഷിയൊക്കെ കൂട്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പം നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും 2019 നിന്ന് 2024 വരുമ്പോൾ BJPക്ക് ക്ഷീണമുണ്ടായത് എങ്ങനെയാണ് അത് കാണണ്ടേ? അതെ അതെ, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൂട്ടിക്കൊണ്ട് മാത്രമേ ഇന്ത്യ ഭരിക്കാൻ പറ്റൂ. അതൊരു റിവേഴ്സലാണ്. ആ റിവേഴ്സൽ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യണം. അതാണ് ഗുഹ പറഞ്ഞൊരു കാര്യം. ആ റിവേഴ്സൽ കൺസോളിഡേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്. സംഘടനാപരമായി ഒരു കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുക്കണം. കോൺഗ്രസിന് ഒരു ഓർഗനൈസേഷൻ വേണം. അതിനൊരു ഡിസിഷൻ മാത്രമല്ല,
അത് കേന്ദ്രത്തിൽ മാത്രം പോരാ, സംസ്ഥാനങ്ങളിലും വേണം. ഇപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് ഉള്ള തരത്തിലൊരു സംഘടനയുണ്ട്. നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. താഴെ എത്രയൊക്കെ പറഞ്ഞാലും CPM-നോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇപ്പോഴും ബൂത്ത് കമ്മിറ്റികളും കാര്യങ്ങളും ഉണ്ട് കോൺഗ്രസിന്. പക്ഷെ പല സംസ്ഥാനങ്ങളിലും അതില്ല. ഇല്ല, കേരളത്തിലുണ്ട്, പല സംസ്ഥാനങ്ങളിലും അതില്ല എന്നുള്ളത് അതെങ്ങനെ ഉണ്ടാക്കാം? അതുണ്ടാക്കണമെങ്കിൽ വെറുതെ ഉണ്ടാവില്ല. അതുണ്ടാക്കണമെങ്കിൽ ഇദ്ദേഹം നടന്നു പോയാൽ ഇദ്ദേഹം നടന്നു പോകുന്ന സ്ഥലത്ത് ആ സംഘടന ഉണ്ടാക്കേണ്ട ജോലി അവിടെയുള്ള നേതാക്കന്മാരുടെ. ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നത് അദ്ദേഹത്തിന് എന്താണ് കാഴ്ചവെക്കാനായിട്ട് ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അങ്ങനെ ഒരു അതിൻ്റെ അല്ല, അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഭരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഉണ്ടാവണം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വളരെ വ്യത്യാസമാണ്. UP ആണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്. UP പോലൊരു സംസ്ഥാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരെയാണ്. UP പോലൊരു സംസ്ഥാനത്തിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്. ഇന്ത്യ മുന്നണിയിൽ 2ാം സ്ഥാനത്താണ്. അവിടെ അഖിലേഷ് യാദവാണ് അവിടുത്തെ സ്വാഭാവികമായും വരാൻ സാധ്യതയുള്ള അവിടുത്തെ ഒരു ലീഡർ. അങ്ങനെ കോൺഗ്രസ്സിന് വരാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റിൽ വേണ്ടേ രാഹുൽ ഗാന്ധിക്ക് വരാൻ? ഞാൻ പ്രായോഗിക ബുദ്ധിമുട്ടാണ് പറയുന്നത്. പ്രായോഗിക തലത്തിൽ വരണ്ടേ? അങ്ങനെ ഞാനിപ്പോഴും കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭരണപരിചയമല്ല. ഇപ്പോൾ സതീശനെ പറ്റി പറഞ്ഞതുപോലെ സതീശൻ ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്നുള്ള എനിക്ക് പരാജയപ്പെടുന്നു ഞാൻ വിചാരിക്കില്ല. കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ അസംബ്ലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പഠിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു പഠിക്കാന്നല്ല, VS അച്യുതാനന്ദൻ ഒരു മന്ത്രിയാവാതെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. ഒരു സംഭവം ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞ ആ ഉദാഹരണങ്ങളല്ല വേണ്ടത്. അതൊരാൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ചെറിയ ടീം ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാവുന്ന കാര്യമാണ്. മോഡിയുടെ കാര്യം അതല്ല. മോഡിക്ക് വലിയ ടീമുണ്ട്. RSS എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതിൻ്റെ ആളുകളുണ്ട്, കുറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് മോഡിയുടെ വ്യക്തിപരമായ വോട്ട് കൊണ്ടല്ല മോഡി ജയിക്കുന്നത്. നമ്മൾ അങ്ങനെ കാണണ്ട. മോഡിയെ ഇവർ പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നാളെ ഉറപ്പായും മോഡിയെ മാറ്റി വേറെ ആളെ കൊണ്ടുവന്നാൽ ഇതുപോലെ പ്രൊജക്ട് ചെയ്യും. ഇപ്പൊ മോഡിക്ക് ശേഷം ആരെങ്കിലും ചോദ്യം നാളെ നീ ആരെ കൊണ്ടുവന്നാലും RSS ചെയ്യാൻ കഴിയുന്നത്. ഒരുപക്ഷെ പബ്ലിക്കിന് മോഡിയുടെ ഒന്നും പറയാം. എന്തായാലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത്. ഒരു സംശയമില്ല. രാഹുൽ ഗാന്ധിക്ക് ഉള്ള ഏറ്റവും വലിയ വീക്ക്നെസ് കോൺഗ്രസ് ആണ്, യാതൊരു സംശയം.